ഹലോ ഹായ് നമസ്കാരം. അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്നുകൂടി വരാൻ പോവാണ്. ഇന്ന് ഞാനൊരു കാർഡ്സുമായി ബന്ധപ്പെട്ട ഒരു മൈൻഡ് റീഡിംഗ് ടെക്നിക്സ് ആണ് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഗുരുതുല്യനും അതുപോലെ തന്നെ ജ്യേഷ്ഠനും സഹോദരനും ഫ്രണ്ട് എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടിനും കൂടെയാണ് എന്ന് കരുതി എൻ്റെ കൂടെ സ്ഥിരം നടക്കുന്ന ആളല്ല. അദ്ദേഹം കേരള ഫയർഫോഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഉള്ളിൽ കുറച്ച് കാർഡ്സ് ഇരിപ്പുണ്ട്. ഈ കാർഡ്സിൽ അനുപേട്ടന് ഇഷ്ടമുള്ള ഒരു കാർഡ് അനുപേട്ടൻ എടുക്കും. അത് നിങ്ങൾക്ക് കാണിച്ചു തരും. അത് ഞാനൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകണം, ഏതാണ് കാർഡ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ അനുവേട ചിലത് ട്രൈയിങ് ആണ്. ഓക്കെ, അപ്പോൾ എന്നെ കാണിക്കൊന്നും വേണ്ട, അനുവേട ഇഷ്ടമുള്ള കാർഡ് എടുക്കുക, എന്നിട്ട് സെലക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇഷ്ടമുള്ള തെരഞ്ഞെടുത്ത് പിടിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മളിതൊരു ശ്രമമാണ്, എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും അനുവേടനെ കാർഡ് എടുക്കട്ടെ. നമുക്ക് ആ കാർഡ് എടുത്തിട്ട് നമുക്കത് എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം. എടുത്തിട്ട് അനുവേടൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഒരു കാർഡ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ. അത് നിങ്ങൾക്ക് പ്രേക്ഷകർ പോലെ അനുവേടൻ കാണിച്ചു തരും. ഓക്കെ ഇല്ല, ഇതിന് കൂടെ തന്നെ ഷഫിൾ ചെയ്തോളൂ, ഇഷ്ടമുള്ള ഷഫിൾ ചെയ്തോളൂ. ഞാൻ ബാക്കി കൊടുത്തിട്ടുണ്ട്, എന്നെ ഷഫിൾ ചെയ്ത് തരും. ഓക്കെ, ഇനി ഞാൻ ഈ കാർഡ് ഏതാണ് സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അനുവേടം ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഞാനിത് ഈ ബോർഡിലേക്ക് ചുമ്മാ ഇട്ട് വെക്കുകയാണ്. ഈ കാർഡ് ഇങ്ങനെ ജസ്റ്റ് ഇട്ട് വെക്കുകയാണ്. അനുവേടം നോക്കിക്കോളൂ, ഇതിൽ ഏതെങ്കിലും കാർഡ് വീഴുന്നുണ്ടോ നോക്കിയാൽ മതി. ഇപ്പൊ നോക്കൂ അനുവേട, ഇതിനകത്ത് ഏതൊരു കാർഡ് ഇല്ലേ, അത് ഇട്ടുണ്ട്. അപ്പൊ ഞാനിത് 3 കാർഡ് 4 കാർഡ് ബാക്കി വന്നിട്ട് ഇതല്ല, എന്തായാലും ഇതിനകത്ത് ആ കാർഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിനകത്തേക്ക് അനുവേട ഇതിൽ ആ കാർഡിലേക്ക് നോക്കിയാൽ ഓഫ് കോഴ്സ് ഞാൻ പിടിക്കുമല്ലോ. അപ്പൊ അനുവേടത്തിൽ മൊത്തം നോക്കിയിട്ട് ആ കാർഡ് ഇങ്ങനെ ഒന്ന് മനസ്സിൽ വിചാരിക്കാം. ജസ്റ്റ് എങ്ങനെ വേണമെങ്കിൽ ഷഫിൾ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ആ കാർഡ് കണ്ടു. ഇതിനകത്ത് എവിടെയോ കാർഡ് ഇരിപ്പുണ്ട്, ഉറപ്പല്ലേ? ഞാൻ ആ കാർഡ് ഇങ്ങനെ ഷഫിൾ ചെയ്തു. ഇതാ ആ കാർഡ് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ഇത് ഞാൻ എടുത്ത് മാറ്റി. അതൊന്ന് 1 to 10 കൗണ്ട് ചെയ്യാവോ? 1 2 3 4 5 6 7 8 9 10. ഒന്നുകൂടി 1 2 3 4 5 6 7 8 9 10. 2 കളർ ഇതിനകത്തുള്ളൂ, ബ്ലാക്ക് ആൻഡ് റെഡ്. ഓക്കെ, ഒബ്വിയസ്ലി അപ്പോൾ ഇതിൽ ഏതൊരു കളറാണ് അനുവേട്ട കണ്ടുപിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അനുവേട്ട എടുത്തൊരു കാർഡ്. സോ എൻ്റെ മുഖത്തേക്ക് നോക്കിയത് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് റെഡ്. ഓൾറെഡി ആ കളർ എനിക്ക് കിട്ടി, അത് ബ്ലാക്ക് ആയിരിക്കും. ഞാൻ പറയണോ? ബ്ലാക്ക് ആയിരിക്കാണ് സാധ്യത കൂടുതൽ. ഞാൻ പറയാം, എന്നിട്ട് അനുവേട്ട അല്ലെങ്കിൽ അല്ലാന്ന് പറഞ്ഞു. ഓക്കെ, ബ്ലാക്ക് ആയിരിക്കാനാണ് കാർഡ് കൂടുതൽ. ഇനി നമ്പർ റിവേഴ്സ് കൗണ്ട് ചെയ്തേ. 10 9 8 7 6 5 4 3 2 1. ഓക്കെ, റീസെന്റ് ആയിട്ട് അനുവേട്ടൻ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട് ഒരു ഇൻസിഡന്റ്, ഇഷ്യൂസ്, നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. റീസെന്റ് ആയിട്ട് ഇഷ്യൂസ് ഒന്നും പറയണ്ട, എന്നായിരുന്നു ഈ ഒരു ഇൻസിഡന്റിൽ അനുവേട്ടനോട് ജോയിന്റ് ആയിട്ട് ഓരോ നടത്തിയത്, വർക്ക് ചെയ്തത്? റീസെന്റ് ഇപ്പൊ മഴക്കാലൊക്കെ അല്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട സമയമാണല്ലോ. ലാസ്റ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. സമയം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഏത് സമയ? ഈവനിങ്. ഇനി ഒന്ന് കൗണ്ട് ചെയ്യൂ പെട്ടെന്ന്. 1 2 3 4 5 6 7 8 9. ഒന്നുകൂടി 1 2 3 4 5 6 7 8 9 10. ഒന്നുകൂടി 1 2 3 4 5 6 7 8 9 10. ഞാനൊരു കാർഡ് വെച്ചിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഇതാവാനാണ് അനുവേട്ടൻ ജഡ്ജ് ചെയ്ത കാർഡ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് എടുത്തു നോക്കിയിട്ട് അനുവേട്ടൻ ഓക്കെ ആണെങ്കിൽ ആണെന്ന് പറയണം. ഇതാണ് അനുവേട്ടൻ കണ്ടത്. ഈ കാർഡ് തന്നെയായിരുന്നു. ഈ കാർഡാണ് അനുവേട്ടൻ കണ്ടെന്ന് പറയപ്പെടുന്നത്, അല്ലേ? റൈറ്റ്? എങ്ങനെയാണല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ ഫൈൻ, താങ്ക് യു.